നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ ആനയിടഞ്ഞു, 4 വാഹനങ്ങൾ തകർത്തു. തൃപ്രയാർ ഡിവൈഡർ അഴിമതി, വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ശബരിമല വിഷയത്തിൽ സർക്കാർ അനാസ്ഥ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എടമുട്ടത്ത് തേങ്ങയുടച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ ഇടഞ്ഞ ആന 4 വാഹനങ്ങൾ തകർത്തു. ഒളരി പിതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ തൃപ്രയാർ ക്ഷേത്രം ആനപ്പറമ്പിൽ വെച്ചാണ് സംഭവം. തൃപ്രയാർ ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതായിരുന്നു പിതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയെ. ക്ഷേത്രം ആനപ്പറമ്പിലാണ് ആനയെ തളച്ചിരുന്നത്. വൈകിട്ട് 4 മണിയോടെ ആനയ്ക്ക് പാപ്പാന്മാർ വെള്ളം കൊടുക്കുന്നതിനിടെ ഇടഞ്ഞോടുകയായിരുന്നു. ഈ സമയം ഏതാനും ആനകൾ ആനപ്പറമ്പിൽ ഉണ്ടായിരുന്നു. ഇടഞ്ഞോടിയ ആന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടവഴി രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെ പുത്തൻകുളത്തിന് പുറകിലെ പറമ്പിലേക്ക് കയറി. ഇതിനിടെ ആനയെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല. വിവരമറിഞ്ഞ് വലപ്പാട് പോലീസ്, നാട്ടിക ഫയർഫോഴ്സ്, എലഫന്റ് സ്ക്വാഡ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് എന്നിവർ സ്ഥലത്തെത്തി. പുത്തൻകുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് പാപ്പാന്മാരെ വിരട്ടിയോടിച്ച ആന തൃപ്രയാർ തൃശൂർ സംസ്ഥാന പാതയിലേക്ക് ഓടിക്കയറിയത് കൂടുതൽ പരിഭ്രാന്തിക്കിടയാക്കി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വരുന്ന സമയമായതിനാൽ പോലീസിന്റെ ഇടപെടലിൽ ഈ ഭാഗത്ത് ഗതാഗതം ഉടൻ തടയുകയായിരുന്നു. ഇതിനിടെ ഇടഞ്ഞ ആന അയ്യപ്പ ഭക്തന്മാർ വന്ന 2 ട്രാവലർ വാനുകളും ഒരു കാറും തകർത്തു. ആനയെ ഇതിനിടെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച പാപ്പാന്മാരെ വീണ്ടും പുത്തൻകുളത്തിലെ പുറകിലെ പമ്പിലേക്ക് ഓടിച്ചു കയറ്റി. വീണ്ടും റോഡിലേക്ക് കയറിയ ആന റോഡരികിൽ ഏകാദശി വിൽപ്പനയ്ക്കായി സ്ഥാപിച്ച വഴിപാണിപ്പ കട തകർത്തു. തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറും തകർത്ത ആന സമീപത്തെ പറമ്പിലേക്ക് കുത്തിമറിച്ചിട്ടു. 1.25 മണിക്കൂറോളം പ്രദേശത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയ ആനയെ വൈകിട്ട് 5:45 എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളയ്ക്കുകയായിരുന്നു. ആനയിടഞ്ഞത് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളാണ് ഇടഞ്ഞ ആനയെ തളയ്ക്കുന്നതിന് ഏറെ തടസ്സം സൃഷ്ടിച്ചത്.
മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരെ വെങ്കിടങ്ങ സെന്ററിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന യോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ അധ്യക്ഷയായി. യോഗത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സ്ത്രീധനത്തിനെതിരെ പ്രതിജ്ഞയെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, ടോളി വിനീഷ്, ബ്ലോക്ക് ഭാരവാഹികളായ ബീന സേവിയർ, സുജാത ഹരി, ബഷീറ നൂറുദ്ദീൻ, കുമാരി സുരേഷ്, ശൈലജ, മധു, ജിൻസി തോമസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഷീജ ഉണ്ണികൃഷ്ണൻ, സുചിത്ര ദിനേശ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐശ്വര്യ നിഖിൽ എന്നിവർ രാത്രി നടത്തത്തിന് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് 11ാമത് ദക്ഷിണാമൂർത്തി സ്മൃതി ദേശീയ സംഗീത നൃത്തോത്സവത്തോടനുബന്ധിച്ച് 15ാം ദിവസമായ വെള്ളിയാഴ്ച വംഗദേശത്തെ നൃത്തചാതുരിയുമായി കൊൽക്കത്ത സ്വദേശിനി മലാബി ചൗധരി അവതരിപ്പിച്ച മണിപ്പൂരി നൃത്തം കലാ ആസ്വാദകർക്ക് വ്യത്യസ്ത അനുഭവമായി. ഭാരതത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും മണിപ്പൂരിലും പ്രചാരമുള്ള നൃത്തരൂപമായ മണിപ്പൂരി നൃത്തം നേരിൽ കാണാനും ആസ്വദിക്കാനും നിരവധി പേർ ദേവസ്ഥാനത്തെത്തിയിരുന്നു. കൃഷ്ണഭക്തി നിറഞ്ഞ നൃത്താവതരണം മലാബി ചൗധരി വേദിയിൽ അവിസ്മരണീയമാക്കി. നേരത്തെ രാവിലെ മുതൽ ദക്ഷിണാമൂർത്തി മണ്ഡപത്തിൽ ഏങ്ങണ്ടിയൂർ നന്ദിനി രവീന്ദ്രന്റെ സംഗീത കച്ചേരിയും നടന്നു. തുടർന്ന് പ്രശസ്ത വൈണികൻ സിംഗപ്പൂർ അരുണിന്റെ വീണ കച്ചേരിയും നടന്നു. അമ്മാടം ശ്രീപാദം തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര കളിയോടെ പരിപാടികൾ സമാപിച്ചു. കലാകാരന്മാരെ ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമികൾ വേദിയിൽ ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. തൊഴിൽ പരിശീലന കേന്ദ്രമായ ഇമോസിൽ നടത്തുന്ന പ്രഥമ ഉൽപ്പന്നം ഉപഹാരമായി സ്ഥാപനത്തിന്റെ ചെയർമാൻ KK വിദ്യാധരൻ ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾക്ക് സമ്മാനിച്ചു. ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. ക്ലബ് പ്രസിഡന്റ് സുരേഷ് കൊട്ടാരത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MS പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു.
വിവിധ ചികിത്സാ സഹായങ്ങൾ ചടങ്ങിൽ ഗവർണർ വിതരണം ചെയ്തു. കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണങ്ങളും എയർബാഗും ആൽഫ പാലിയേറ്റീവ് സെന്ററിന് നൽകി. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത്, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി TS ബാലകൃഷ്ണൻ, റീജിയൻ ചെയർമാൻ സക്കറിയ, സോൺ ചെയർമാൻ മദനകുമാർ, ഏരിയ ചെയർപേഴ്സൺ സീമ സക്കറിയ, സീന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുമ്പോൾ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കാഞ്ഞാണിയിലും പ്രാന്തപ്രദേശങ്ങളിലും വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ലീസുകൾ എന്ന മൊത്തം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലബിലെ എല്ലാ മെമ്പർമാർക്കും ഡിസ്ട്രിക്റ്റിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഒരു ഡിസ്ട്രിക്ട് ഗവർണർ എന്ന രീതിയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഞാൻ ആവശ്യപ്പെട്ട മെമ്പർഷിപ്പായാലും വെബ്സൈപ്പായാലും സർവീസായാലും വളരെ ഭംഗിയായിട്ട് അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റിനെ നൽകാൻ തയ്യാറായ ക്ലബ് മെമ്പേഴ്സാണ്. വളരെ സന്തോഷമുണ്ട്. തൃപ്രയാർ ഡിവൈഡർ അഴിമതി പുറത്തു കൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനം. മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് നാട്ടിക പഞ്ചായത്തിൽ തൃപ്രയാറിലെ ഡിവൈഡർ സ്ഥാപിച്ചത്. അന്നത്തെ CPM നേതൃത്വവും LDF ജനപ്രതിനിധികളും ഈ കരാറിനെ ശക്തമായി എതിർത്തിരുന്നതാണ്. ഈ കരാർ അഴിമതി കരാർ ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എതിർക്കാനുണ്ടായ കാരണം. എന്നാൽ വ്യാഴാഴ്ച നടന്ന പഞ്ചായത്തിലെ അടിയന്തര കമ്മിറ്റി യോഗത്തിൽ സെക്രട്ടറി അജണ്ട വായിക്കുന്നതിന് മുൻപേ തന്നെ UDF മെമ്പർമാർ യോഗം നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ച് അലങ്കോലമാക്കുകയായിരുന്നു. 2024-2025 വർഷത്തെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അടിയന്തര യോഗത്തിന്റെ വ്യാഴാഴ്ചത്തെ ആദ്യത്തെ അജണ്ട. നാട്ടിക പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു വർഷക്കാലത്തെ വികസന കാര്യങ്ങൾ DPC അംഗീകാരം വാങ്ങുന്നതിനും അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് വെള്ളിയാഴ്ചയിലെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയത്. ഇതിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് UDF മെമ്പർമാർ തൃപ്രയാർ ഡിവൈഡറിന്റെ പേരിൽ നടത്തിയ ആഭാസ നാടകം. 3 ദിവസം മുൻപേ അജണ്ടയിൽ കയ്യിൽ കിട്ടിയിട്ടും സെക്രട്ടറിയോട് ഡിവൈഡറുമായി ബന്ധപ്പെട്ട അജണ്ട ഉൾപ്പെടുത്താൻ ഒരു UDF മെമ്പർമാരും ആവശ്യപ്പെടുകയോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. 2013 ഒക്ടോബർ 22-ന് UDF ഭരണകാലത്താണ് ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 21-ന് ഈ കരാറിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. ഷാ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് കരാർ എടുത്തിരുന്നത്. കാലാവധി കഴിഞ്ഞിട്ടും സ്ഥാപിച്ച ബോർഡുകൾക്ക് പിഴ ഈടാക്കിക്കൊണ്ട് നാട്ടിക പഞ്ചായത്തിലെ സെക്രട്ടറി കമ്പനിക്ക് കത്തയക്കുകയും അവർ അത് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. 10 വർഷം മുൻപ് UDF ഭരണസമിതി 2013-ൽ സ്ഥാപിച്ച ഈ ഡിവൈഡറിൽ വൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാർ ഒഴികെയുള്ള എല്ലാവരും മിനിറ്റ്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. അജണ്ടയിൽ ധനകാര്യത്തിൽ വന്നിട്ടുള്ള ഡിവൈഡർ സംബന്ധിച്ച വിഷയം കമ്മിറ്റി ചർച്ച ചെയ്താൽ 10 വർഷം മുമ്പ് കോൺഗ്രസ് ഒപ്പിട്ട അഴിമതി കരാറിന് നിലവിലെ കോൺഗ്രസ് മെമ്പർമാർക്ക് ഒന്നും പറയാനില്ലാത്തതിനാലാണ് യോഗത്തിൽ ബഹളം വെച്ചതും ചർച്ച ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തത്. പഞ്ചായത്ത് കമ്മിറ്റി വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് മെമ്പർമാർ ബഹളം വെച്ചതെങ്കിലും കമ്മിറ്റി വിജിലൻസ് അന്വേഷണത്തിന് വിടാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. വൈസ് പ്രസിഡന്റ് രജനി ബാബു, KB ഷൺമുഖൻ, KK സന്തോഷ്, നികിത P രാധാകൃഷ്ണൻ, ഐഷാബി അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു അജണ്ട വെച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ വാർഷിക പദ്ധതിയായി ബന്ധപ്പെട്ട് DPC അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഫസ്റ്റ് അജണ്ട ഇതാണ് നമ്മൾ കൊടുത്തത്. ആ അജണ്ട സെക്രട്ടറിക്ക് വായിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ UDFൻ്റെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ 4 മെമ്പർമാർ ആ യോഗം അലങ്കോലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ യോഗം ഞങ്ങൾ നടത്തി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 24-25 കാലഘട്ടത്തിൽ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലം നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ട വികസന കാര്യങ്ങൾ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യോഗം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ യോഗം നടത്തിയത്. ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ അജണ്ടയിൽ കൃത്യമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിവൈഡറുമായി ബന്ധപ്പെട്ട് 10 വർഷക്കാലമായി ഡിവൈഡറുമായി ബന്ധപ്പെട്ട് അന്ന് ഭരിച്ചിരുന്നത് UDF കോൺഗ്രസ്സുകാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അതിന് കൃത്യമായി വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് UDFൻ്റെ 4 മെമ്പർമാരൊഴികെ ബാക്കിയുള്ള 8-9 മെമ്പർമാരുണ്ടായിരുന്നു. ആ മെമ്പർമാരെല്ലാവരും ആവശ്യപ്പെട്ടുള്ളത് ശബരിമല വിഷയത്തിൽ സർക്കാർ അനാസ്ഥ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എടമുട്ടം സെന്ററിൽ തേങ്ങയുടച്ച് യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം.
വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വികാസ് എടമുട്ടം, പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, കോൺഗ്രസ് നേതാക്കന്മാരായ CR അറുമുഖൻ, ഫിറോസ് വലിയകത്ത്, ഇക്ബാൽ MM, ജോസ് താടിക്കാരൻ, രഞ്ജൻ ER, സന്തോഷ് PS, സലീം MA, ഡേവിസ് കോതകുളം, രാകേഷ് UR, അനിൽ കരുവത്തിൽ, സജിത്രൻ തയ്യിൽ എന്നിവർ സംസാരിച്ചു. കൃത്യമായി പറഞ്ഞാൽ നവകേരള സദസ്സിന് 2500 പോലീസുകാരും കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന, ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമലയിലേക്ക് 655 പോലീസുകാരെയും മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ വിന്യസിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. കുട്ടികൾക്ക് താമസിക്കാൻ സ്ഥലമില്ല, ടോയ്ലറ്റ് സൗകര്യമില്ല, വിരിവെക്കാൻ സൗകര്യമില്ല. ഇവിടെ നിന്ന് പോകുന്ന ഭക്തർ പന്തളത്തെത്തി മാലയൂരി തിരിച്ചു വരുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും മോശകരമായ അനുഭവമാണ് ഇന്ന് കേരളത്തിൽ മണ്ഡല കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ബയോബിന്നുകൾ വിതരണം ചെയ്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്രരുടെ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് യാത്രാ പാസ് വിതരണവും തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ബിനീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത് AS, കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി, സെക്രട്ടറി തോമസ് AL എന്നിവർ സംസാരിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ശരത് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. 150 ഗുണഭോക്താക്കൾക്കാണ് ബയോബിൻ വിതരണം നടത്തിയത്. 1800 രൂപ വില വരുന്ന ബയോബിൻ 90% സബ്സിഡി നിരക്കിലാണ് ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് ലഭ്യമാക്കിയത്. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും നൽകി വലപ്പാട് CP ട്രസ്റ്റ്.
54 കിടക്കകളുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് വേണ്ടിയാണ് ആവശ്യമായ ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും CP സാലിഹ് ചെയർമാനായുള്ള CP ട്രസ്റ്റ് നൽകിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നസീമ, ഡോക്ടർ ഡിനി പ്രേംസാഗർ, ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ട്രസ്റ്റ് പ്രതിനിധികളായ ദീപക് ഏറാട്ട്, ഷമീർ എളയടത്ത്, നിസാബ് TM, ഹിലാൽ കുരിക്കൽ, ജാഫർ കടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 54 ബെഡാണുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ രോഗികൾക്ക് കിടക്കുന്ന ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറും നമ്മൾ ഒരാവശ്യമായി പറയുമ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും കോവിഡ് സമയത്ത് മുതൽ നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നിരുന്ന CP സാലിഹിൻ്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് CP ട്രസ്റ്റ് നമുക്കിന്ന് ഈ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറും നമുക്ക് തരികയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അത് ഏറ്റുവാങ്ങുന്നത്. എന്തായാലും ഈ ഒരു ആവശ്യം, ഈ ഒരു ബെഡ്ഷീറ്റ് തന്നത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു സമയത്ത് തന്നെയാണ്. കാരണം ഞങ്ങൾ കായകൽപ്പ് ഇൻസ്പെക്ഷൻ ഈ ജനുവരി 9-ാം തീയതിയാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കണം എന്ന് ഫണ്ടൊക്കെ മാറ്റിവെച്ച് ആ ഒരു സമയത്താണ് നമുക്കിത് കിട്ടിയത്. വളരെ ഉപകാരപ്രദമായി എന്ന് തന്നെ വേണം പറയാൻ. തളിക്കുളം പുളിയംതുരുത്തിലും വാടനപ്പള്ളി നടുവിൽക്കരയിലെ ബാറിന് പുറകിലുമായി 3 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. സമീപവാസികളായ ചക്കാണ്ടൻ വീട്ടിൽ മണികണ്ഠൻ, ചേന്നങ്ങാട്ട് വീട്ടിൽ വിശാഖ്, വട്ടുകുളം വീട്ടിൽ സത്യൻ എന്നിവർക്കാണ് കൈകാലുകളിലും മുഖത്തും തലയിലും തെരുവുനായുടെ കടിയേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റവരെ ആദ്യം തൃത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതേ തെരുവുനായ പ്രദേശത്തെ ഏതാനും ആടുകളെയും ആക്രമിച്ചിരുന്നു. തെരുവുനായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. തെരുവുനായയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ തൃപ്രയാർ ഏരിയ കൺവെൻഷൻ നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഫാർമസി ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫാർമസി ബോധവൽക്കരണ ക്ലാസും നടത്തി. അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ PK ശശി, ഡ്രഗ്സ് ഇൻസ്പെക്ടർ ജീഷ എന്നിവർ ക്ലാസുകൾ നയിച്ചു. സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിച്ച് UPF മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും യോഗം അംഗീകരിച്ചു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് ജിനൻ, സംസ്ഥാന സമിതി അംഗം അജിത് കിഷോർ, തൃപ്രയാർ ഏരിയ സെക്രട്ടറി പ്രദീപ് ഏങ്ങൂർ, തൃപ്രയാർ ഏരിയ പ്രസിഡന്റ് JM സഗീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത് ഒരു എന്താ പറയുക, പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയെല്ലാം അതിനുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പം അത് നേരിട്ട് പറയുമ്പോൾ കുറച്ചൊരു എഫക്റ്റ് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനൊരു, ഇവിടെ മാത്രമല്ല മുമ്പ് കുറേ നാളുകളായി ഈ ലൈസൻസികളെല്ലാം ഇത് ബോധവൽക്കരിച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ ഇഫക്റ്റ് പൂർണ്ണമായി കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗം ജീവനക്കാരും അറിഞ്ഞിരിക്കണം, മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന മുതലാളിമാർ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ സെയിൽസ്മാൻമാർ അറിഞ്ഞിരിക്കണം. എല്ലാവരും അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭം തുടക്കം കുറിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാറിൽ ആനയിടഞ്ഞു, 4 വാഹനങ്ങൾ തകർത്തു. തൃപ്രയാർ ഡിവൈഡർ അഴിമതി, വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ശബരിമല വിഷയത്തിൽ സർക്കാർ അനാസ്ഥ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എടമുട്ടത്ത് തേങ്ങയുടച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.